മറ്റു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നേക്കുന്നത് ന്യൂസിലാൻഡിലെ ഓക്ലാൻഡിലുള്ള സ്കൈ ടവറിലാണ്. നമുക്ക് അകത്തേക്ക് പോയി അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. സ്കൈ ടവറിൻ്റെ ഏറ്റവും താഴെ വരുമ്പോൾ ഈ കാണുന്നതാണ് ഇതിൻ്റെ എൻട്രൻസ്. ഇവിടെ നമ്മൾ അകത്തോട്ട് പോയി ടിക്കറ്റ് എടുത്താണ് നമ്മൾ മേലോട്ട് പോകുന്നത്. ഇവിടുന്ന് കയറി നമുക്ക് ടിക്കറ്റ് അപ്പോൾ എടുക്കാം. ഇവിടെ നമുക്ക് സിംഗിളായിട്ടും ഫാമിലി ആയിട്ടും ഒക്കെ നമുക്ക് ഇവിടുന്ന് ടിക്കറ്റ് എടുക്കാം. ഞങ്ങളിപ്പോൾ ടിക്കറ്റ് എടുത്തേക്കുന്നത് ഫാമിലിയാണ്. 2 അഡൽറ്റ് 2 കിഡ്സ് എന്നിവിടെ $125 നമുക്കായത്. ആദ്യം നമ്മൾ എത്തുന്നത് 51ാമത്തെ നിലയിലേക്കാണ്. ഇത് ഒബ്സർവേഷൻ ഡെസ്ക് എന്ന് പറയും. ഇവിടെ നിന്നാൽ നമുക്ക് ഓക്ലാൻഡ് നഗരം നന്നായിട്ട് കാണാൻ പറ്റുന്നതാണ്. ഈ ഒരു സ്കൈ ടവർ പണി തുടങ്ങിയത് 1994ലാണ്. 1997 ആയപ്പോഴേക്കും ഇതിൻ്റെ പണിയൊക്കെ തീർന്നു. ഇനി ഇതിൻ്റെ ഉള്ളിൽ തന്നെ ന്യൂസിലാൻഡിലെ 1 and only 360° റിവോൾവിംഗ് റെസ്റ്റോറൻറ്റ് ഉണ്ട്. അതായത് ഓരോ മണിക്കൂറിലും 360° കറങ്ങുന്ന റെസ്റ്റോറൻ്റ് ആണിത്. അവിടെയൊക്കെ റേറ്റ് ഒത്തിരി കൂടുതലായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാമല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ആ ഭാഗത്തേക്ക് ഒട്ടും തന്നെ പോയില്ല. ഇനി അടുത്തായിട്ടൊരു സ്കൈ സ്ലൈഡ് എന്നൊരു പരിപാടിയാണ്. അത് നമ്മൾ ഈ സീറ്റിലിരുന്നു കൊണ്ട് തന്നെ നമുക്ക് വിർച്വൽ റിയാലിറ്റി ഉപയോഗിച്ച് നമ്മൾ ഈ സ്കൈ ടവറിൻ്റെ ചുറ്റും ഒരു 360° പോകുക എന്നൊരു ഫീല് വരുന്ന ഒരു ഗെയിം പോലെയാണ്. ഇതിലൊക്കെ ഒരാൾക്ക് $15. കുറച്ച് പേരൊക്കെ ഇതിൽ കയറിയിട്ട് ഭയങ്കര ബഹളവും കരഞ്ഞ് നിലവിളിക്കലും നിർത്താനൊക്കെ പറയുകയൊക്കെ ആയിരുന്നു. നമ്മുടെ പിള്ളേർ കയറിയിട്ട് അങ്ങനത്തെ ഒന്നുമില്ല. പക്ഷേ അവർ അഡ്വഞ്ചറസ് യാത്ര പോലെ അവർക്കിത് ഫീൽ ചെയ്തു. നല്ലതായിട്ട് അവർ എൻജോയ് ചെയ്തു. നമുക്ക് പേടിയൊന്നും ഇതിനകത്ത് ഒട്ടും തന്നെ തോന്നിയില്ല. ഇനി അതിൻ്റെ സമീപത്തായിട്ട് തന്നെ ഇങ്ങനെ ക്യാൻഡി വെൻഡിങ് മെഷീൻ ഉണ്ട്. നമ്മളിവിടെ പേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന ഒരു ക്യാൻഡി അല്ലെങ്കിൽ ബോംബെ പൂടാന്ന് പറയുന്ന സാധനം അതിങ്ങനെ പല കളേഴ്സിൽ ഇവിടെ കിട്ടും. അപ്പോൾ പിള്ളേരെ പറ്റിക്കാനൊക്കെ ഇതൊരു നല്ലൊരു പരിപാടിയാണ്. ഇനി ഇവിടെ ലോകത്തുള്ള ഫ്രീ സ്റ്റാൻഡിങ് സ്ട്രക്ചേഴ്സിൻ്റെയൊക്കെ ഒരു ഡിസ്പ്ലേ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് 1ാം സ്ഥാനം നമ്മുടെ സ്വന്തം ബുർജ് ഖലീഫയാണ്. ഈ സ്കൈ ടവറിന് 8ാം സ്ഥാനമാണ് ഉള്ളത്. ഈ 8ാം സ്ഥാനത്തുള്ള ഈ സ്കൈ ടവറിന് മുകളിൽ ഇത്രയും ഭംഗിയാണെങ്കിൽ ബുർജ് ഖലീഫയുടെയൊക്കെ മുകളിൽ കയറുമ്പോൾ ഭംഗി നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. ഈ സ്കൈ ടവറിൻ്റെ ഉള്ളിൽ തന്നെയായിട്ട് കസിനോയും മൂവി തിയേറ്ററും ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ കൂടെ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങളാരും അങ്ങോട്ടേക്ക് പോയില്ല. നമ്മുടെ ഒറ്റ ലക്ഷ്യം ഈ സ്കൈ ടവർ ഒന്ന് മുകളിലേക്ക് കയറുക എന്നുള്ളത് മാത്രമായിരുന്നു. ഇനി ഇവിടെ തന്നെ സ്കൈ ജമ്പും സ്കൈ വോക്കും ഒക്കെ അവൈലബിൾ ആണ്. സ്കൈ ജമ്പിന് ഏകദേശം $280, സ്കൈ വോക്കിന് $185. ഞങ്ങൾക്കത് ഇച്ചിരി പേടിയായതുകൊണ്ട് ഞങ്ങൾ ആ ഭാഗത്തേക്ക് തന്നെ പോയില്ല. അപ്പോൾ ഇപ്പം നമ്മൾ നിന്നത് 51ാമത്തെ നിലയിലാണ്. ഇനി നമ്മൾ കുറച്ചുകൂടെ മേളിൽ, അതായത് 60ാമത്തെ നിലയിലേക്ക്, അത് സ്കൈ ഡെക്ക് എന്ന് പറയും, അവിടേക്ക് പോയിട്ട് നല്ല ഉയരത്തിൽ പോയി ഓക്ലാൻഡിലെ കാഴ്ചകളൊക്കെ നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ ഈ സ്കൈ ടവറിലാണ് നമ്മൾ ന്യൂ ഇയർ ആഘോഷിക്കുമ്പോൾ ഉള്ള ഒരു ഫയർ വർക്ക്സ് ഒക്കെ നടക്കുന്നത്. അപ്പോൾ അത് വളരെ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. എല്ലാവരും ഓക്ലാൻഡിലുള്ളവരൊക്കെ ഒന്ന് വന്ന് കാണുവാനായിട്ട് ശ്രമിക്കുക. വളരെ മനോഹരമാണ്. ഒരു പ്രാവശ്യം ഒന്ന് കയറാൻ മാത്രം ഭംഗിയുണ്ട് ഇത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വന്ന് കയറി കാണുക. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവിടെ നമുക്ക് ഫോട്ടോ, ഓക്ലാൻഡിന് ഈ ഒരു സ്കൈ ടവറിൻ്റെ സമീപം നിന്നായിട്ടുള്ള ഫോട്ടോയൊക്കെ അവർ എടുത്തു തരുന്നതാണ്. അതുകൂടാതെ മാഗ്നറ്റും കീ ചെയിനും ഒക്കെ മേടിക്കാൻ കിട്ടുന്നതാണ്. അപ്പോൾ നല്ലൊരു ദിവസത്തെ ഒരു കാഴ്ച തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഇത്രയുള്ളൂ. അപ്പോൾ നമ്മൾ താഴേക്ക് പോവുകയാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ ബൈ ബൈ, സീ യു.